കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കോൺഗ്രസിന്റെ നിലപാട് എന്ത് എന്ന് ചോദിച്ചവർക്ക് ഇപ്പോൾ ഇതാ കോൺഗ്രസിന്റെ നിലപാട് വന്നിരിക്കുന്നു. അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കില്ല എന്ന നിലപാടിലേക്ക് കോൺഗ്രസ് നീങ്ങിയിരിക്കുന്നു. പ്രതിനിധികളെ അയക്കുന്ന കാര്യം തീരുമാനിച്ചിട്ടില്ല. ഏതായാലും സംസ്ഥാന നേതാക്കൾ ആരും തന്നെ ഈ വിഷയത്തിൽ പ്രതികരിക്കരുതെന്നൊരു മുന്നറിയിപ്പും ഹൈക്കമാൻഡ് നൽകിയിരിക്കുന്നു. ഇതോടുകൂടി തന്നെ കോൺഗ്രസ് ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കില്ല എന്ന് ഉറപ്പായിരിക്കുന്നു. വിവിധ മതസംഘടനകൾ, ഒപ്പം തന്നെ മതമൗലികവാദ സംഘടനകൾ, രാഷ്ട്രീയ പാർട്ടികൾ ഒക്കെ സമ്മർദ്ദത്തിന്റെ ഫലമായിട്ടാണ് തീരുമാനമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. സോണിയാഗാന്ധിയും മല്ലികാർജ്ജുന ഖാർഗെയും അധിർ രഞ്ജൻ ചൗധരിയെയുമാണ് ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിലേക്ക് ശ്രീരാമ ട്രസ്റ്റ് ക്ഷണിച്ചിരുന്നത്. അവർ പങ്കെടുക്കില്ല എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന സൂചന. ഇത് BJPയുടെ കെണിയാണെന്നാണ് KC വേണുഗോപാൽ പറഞ്ഞത്. ഈ കെണിയിൽ വീഴരുതെന്ന് പറയുമ്പോൾ ഏതായാലും ഉത്തരേന്ത്യയെ സംബന്ധിച്ച് കോൺഗ്രസ് പങ്കെടുക്കാത്തത് വലിയ വാർത്ത തന്നെയായിരിക്കും. വരുംകാല തെരഞ്ഞെടുപ്പിൽ ഉപ്പുവെച്ച കലം പോലെ ആകാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ്. ഏതായാലും കേരളമടക്കമുള്ളിടത്ത് കോൺഗ്രസിന് സീറ്റ് കിട്ടും. പക്ഷേ 20 സീറ്റ് കൊണ്ട് കേന്ദ്രം ഭരിക്കാൻ കഴിയില്ല എന്നൊരു കാര്യം കൂടി കോൺഗ്രസ് മനസ്സിലാക്കിയാൽ നന്ന്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.